ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ആഷ്ലി വെസ്റ്റ് വുഡ് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചത് അസാധാരണ മാറ്റമാണ്. ഇപ്പോൾ വലിയ ഒരു അപരാജിത കുതിപ്പാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. 4 വിജയങ്ങളും ഒരു സമനിലയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ ISLൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതിൻ്റെ കണക്ക് ISL തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഗെയിം വീക്ക് 6 മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മറ്റെല്ലാ ടീമുകളെയും ഇപ്പോൾ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 6ാം റൗണ്ട് മത്സരങ്ങൾ മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 13 പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ISLൽ 1ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ആണ്. 2ാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളും പഞ്ചാബും വരുന്നു. 11 പോയിന്റുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് ഗോവ വരുന്നു, 10 പോയിന്റുകൾ. പിന്നീട് മോഹൻ ബഗാനും ബംഗളൂരു FCയും വരുന്നു, 9 പോയിന്റുകൾ. അതിനുശേഷം ജംഷഡ്പൂരും മുംബൈ സിറ്റിയും ഡൽഹിയും വരുന്നു, 8 പോയിന്റുകൾ. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് മാച്ച് വീക്ക് 6 തൊട്ട് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീം അല്ലെങ്കിൽ നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മോഹൻ ബഗാനെയും ഈസ്റ്റ് ബംഗാളിനെയും ഗോവയെയും ഒക്കെ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 13 പോയിന്റുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക, സീസണിന്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു പ്രകടനം നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കിരീട പോരാട്ടത്തിൽ മുൻപിൽ നിൽക്കേണ്ട ഒരു ടീമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ്. അതായത് ഈ സീസണിൽ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മോഹൻ ബഗാനും ഗോവയും ഒക്കെ പല സമയത്തും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കിരീടം നേടാനുള്ള ഒരു സുവർണാവസരമായിരുന്നു ഇത്. ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഈ ടീമും അതുപോലെ തന്നെ പരിശീലകനായ ആഷ്ലി വെസ്റ്റ് വുഡും ഉണ്ടായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് അവിടെ ഉണ്ടാകുമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.